ഞങ്ങൾ നിങ്ങളുടെ അമ്മേ ഞാൻ പുറത്തു പോയോ? ഇപ്പൊ വരാം. ഇങ്ങനെ പുറത്തുപോയി പറഞ്ഞില്ലല്ലോ. എന്റെ കൂട്ടുകാരൻ ഹരിയൊന്ന് കാണാനാ. പെട്ടെന്ന് വന്നേക്കണം. ശരി അമ്മേ. ഓക്കെ ബൈ. ഈ സമയത്താണോ കുട്ടികളെ പുറത്തു വിടുന്നത്? അവൻ പോയിട്ട് വരട്ടെ. അമ്മ ഒന്നും ഇല്ലാതിരിക്കും. ഇല്ലടാ, അത് കൈമാണ്. എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ ഒപ്പിച്ചു തരാം, നീ ഒന്ന് സമാധാനം. അത് കിട്ടിയാൽ പൊന്നിയ മോനെ നീ സ്വർഗം കാണും. പറഞ്ഞു ഇവിടെ വരും. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നിന്റെ സകല ഇഷ്ടങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഇവിടെ നടക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോക്കും വരുന്നത്. അത് ഞാൻ അനുവദിച്ചു തരില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെയൊക്കെ വളർത്തുന്നത്. ഓ, എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് അച്ഛൻ ചെയ്യുന്നു. മക്കളെ, അച്ഛനോട് തർക്കുത്തരം പറയരുത്. അച്ഛൻ അച്ഛനെ കാര്യം നമ്മുടെ കാലം പോയി നിങ്ങൾ പണി തന്നവരാണല്ലേ. ഇന്നത്തെ കുട്ടികൾ അല്പത്തൊക്കെ മടിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവനും അല്പം മടിച്ചു കൊണ്ട് ഇരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ പണി കാര്യമല്ല, മക്കൾ ചെയ്തു. പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയായിട്ട് പറഞ്ഞാൽ മതി. പണം അത് എനിക്ക് ഇല്ല. എന്റെ അമ്മ ഞാൻ ചോദിക്കുന്ന പണം എന്തിനാണെന്ന് പോലും ചോദിക്കാതെ എനിക്ക് തരും. ഓക്കെ അടിയ, സാധനം ഞാൻ തരാം. നീ പണം തന്നാൽ മതി. കീപ് സൈലൻസ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും എക്സാമിന് നന്നായി പഠിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ഗോപു, നിന്റെ പേരിൽ എന്നെ വന്ന് കാണാൻ പറയണം. യെസ് മിസ്. ഗോപു എങ്ങനെ എന്റെ വീട്ടിൽ പഠിക്കുന്നുണ്ടോ? എപ്പോഴും കളിയും ടി വി കാണാനും പിന്നെ ഫുൾ ടൈം ഫോണിലുമാണ്. പഠിത്തത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമല്ല, അവൻ നന്നായി പഠിക്കുന്നുണ്ട്. പിന്നെ ടി വി ഇടയ്ക്കൊക്കെ കാണുമോ? കുട്ടികളായ കുറച്ച് കളിയൊക്കെ വേണ്ടേ? അവൻ എപ്പോഴും മൊബൈലിലാണല്ലോ. ഓ, അതിപ്പോ ആൾക്കാരില്ലാതെ. നിങ്ങൾ തമ്മിൽ വഴക്കില്ല. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അവനെ ഒന്ന് ശ്രദ്ധിക്കണം. മാർക്കൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല ക്ലാസ്സിലെ ചില സംസാരങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂട്ടുകാരുമായുള്ള അമിതമായ കൂട്ടുകെട്ടും ഫോൺ വിളികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മോനെ എനിക്കറിയാം. ടീച്ചർ ആവശ്യമില്ലാത്തതൊന്നും പറയണം. എന്നെ നല്ലവനാണ്. അവനെ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ ഞാൻ സമ്മതിക്കുന്നു. കുറ്റം
സന്താനമായ ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാനുള്ള കടമ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ ഓക്കെ. ഹലോ, ഗോപു സുരേഷിന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ മുന്നൂർ സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ് രവീന്ദ്രനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകനും കൂട്ടുകാരൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തുക. അതെ, പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ഫോൺ വന്നത്. നമ്മുടെ മകൻ പോലീസ് സ്റ്റേഷനിലാണെന്ന്. എന്താണ് കാര്യം? ഒന്ന് വേഗം വാ, നമുക്ക് അന്വേഷിക്കാം. മക്കളെ, എന്റെ പേരക്കുട്ടിക്ക് എന്തു പറ്റി? ഒന്ന് വേഗം ചെല്ലൂ. കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നല്ലോ ഈശ്വര. വാ പോകാം, വേഗം എഴുന്നേൽക്ക്. എന്റെ ഈശ്വര, എന്റെ കുട്ടിയെ കാത്തോളനെ. എന്റെ ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. പോലീസ് സ്റ്റേഷനിലോ? എന്റെ കുഞ്ഞിന് എന്തു പറ്റി? മക്കളെ, പോലീസുകാർ എന്നെ വല്ലതും ചെയ്തോ? ഇവൾ പണവും സ്വാതന്ത്ര്യവും അമിതമായി നൽകിയതിന്റെ ഫലമാണിതെല്ലാം. അവളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട. നീയും ഇതിലൊരു പങ്കാളിയല്ലേ? നിനക്കും ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ. ആരും ഒഴിഞ്ഞു മാറണ്ട. എന്റെ മക്കളെ, ഈ വൃദ്ധത്തിന് നിങ്ങളോടാണ് പറയാനുള്ളത്. മക്കളെ സ്നേഹിക്കണം, ലാളിക്കണം, പക്ഷെ ഒന്നും അമിതമാകരുത്. അതിന്റെ അനന്തര ഫലമാണ് നാം ഇവിടെ കണ്ടത്. മക്കൾക്ക് നാം എല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ അവർ എവിടേക്ക് പോകുന്നു, എന്തു ചെയ്യുന്നു എന്ന് കൂടി നാം ശ്രദ്ധിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെട്ട് മൂല്യ പോലും നഷ്ടപ്പെടുന്ന ഒരു തലമുറയാകാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കുരുക്കൂലരെ ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാം. ഒന്ന് മാത്രം എടുത്തു പറയട്ടെ. ശിക്ഷിക്കേണ്ട സമയങ്ങളിൽ ശിക്ഷിക്കാനും തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ തിരുത്തുവാനും ദയവ് ചെയ്ത് മണി കാണിക്കലേ. കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരുന്ന വഴിവിളക്കുകളാകാം നമുക്ക് മദ്യവും മയക്കുമരുന്നും